sexual health. How is it that you Most can important. involve? Let me start with women. അവർക്ക് menstrual cycle ഉണ്ട്, periods ഉണ്ട്, right? Right. Every once in a month the menstrual cycle happens. Right. അപ്പോൾ നമുക്ക് വളരെ പെർസെപ്റ്റീവ് ആയിട്ട് നമുക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പീരിയഡ്സ് ഇറഗുലർ ആയി കഴിഞ്ഞാൽ അവരുടെ സെക്ഷൽ ഹെൽത്തും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും മാത്രമല്ല ഫുള്ള് മോശമായി പോകുന്നത്, അവരുടെ ഓവറോൾ ഹെൽത്തും ഹോർമോണൽ ബാലൻസ് എല്ലാം കുളമാവും എന്നുള്ളത് അതെ, നമുക്കറിയാം. ഇറ്റ്സ് വെരി പെർസെപ്റ്റീവ്. അതെ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റീസെന്റ് കുറച്ച് പബ്ലിക്കേഷൻസ് ഞാൻ വായിച്ചു. അപ്പൊ അതിനകത്ത് പറയുന്നത് ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സെക്ഷൽ ഹെൽത്തും കാർഡിയോവാസ്കുലർ ഹെൽത്ത്, അതായത് ഹാർട്ട് ഹെൽത്തും വളരെ കോറിലേറ്റഡ് ആണ് എന്നുള്ളത് വെരി പെർസെപ്റ്റീവ്, മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യം. ഇത് രണ്ടിന്റെയും റൂട്ട് ഇൻ മോസ്റ്റ് കേസസ് ഇസ് വാസ്കുലർ ഇഷ്യൂസ്. വാസ്കുലർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസിനെ സംബന്ധിച്ച് ഉള്ള ഒരു ഇഷ്യൂ. അതാണല്ലോ കാർഡിയോവാസ്കുലർ എന്ന് പറയുന്നത്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസും ഇഷ്യൂസും ആണ്. സെക്ഷൽ ഹെൽത്തിലും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് വരുന്നതാണ് ED, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയും ഒരു വൺ ഓഫ് ദ റൂട്ട് കോസ് ഓർ റീസൺ ഇസ് impaired vascular health leading to these kind of erection related issues. പറയുന്നത് erectile dysfunction എന്ന് പറയുന്നത്. സാധാരണ ഈ കേസിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു യൂറോളജിസ്റ്റിന്റെ അടുത്ത് പോകും. ഡോക്ടർ വുഡ് ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വാസ്കുലർ ഹെൽത്ത് മോശമാവും, റൈറ്റ്? അതുകൊണ്ടാണ് കാർഡിയോവാസ്കുലർ ഇഷ്യൂസിനും സസെപ്റ്റബിൾ ആണ്, അതേപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും സസെപ്റ്റബിൾ ആണ് ഇങ്ങനെ ഒരു ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഇതിനെ മാനേജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. തൽക്കാലത്തേക്ക് ഒരു ഫിക്സ് എടുക്കാം, ഒരു ലോങ് ടേമിന് ഒരു ഫിക്സ് എടുക്കാം. ഇത് രണ്ടും ആവശ്യമാണ്.